20 ലക്ഷം പ്രതിവർഷം വരുമാനമുള്ള 26 വയസ്സുകാരനായിട്ടുള്ള ഒരു ടെക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് കുറേയധികം കഞ്ചാവ് ചെടികളാണ് കഴിഞ്ഞ ദിവസം പിടിച്ചത്. 70ഓളം വരുന്ന കഞ്ചാവ് ചെടികൾ. ഇത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഇപ്പം കഞ്ചാവ് കത്തിച്ചു കളയുന്നു, കഞ്ചാവ് 19 വയസ്സുകാരന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് ചെടി നശിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ NDPS ആക്ടിൽ ചില ഭേദഗതികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും താങ്കൾ ഉദ്ദേശിക്കുന്നത് കഞ്ചാവ് ലീഗലൈസ് ചെയ്യുന്നതാണെങ്കിൽ, കാനബീസ് ലീഗലൈസ് ചെയ്യുന്നതാണെങ്കിൽ അത് ഈ കേന്ദ്ര ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റും ഒക്കെ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയും രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അത് നടപ്പാക്കാത്തത്. ലോകരാജ്യങ്ങളിൽ പലതും ഇത് നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ അമേരിക്കയിലെ നിരവധി സ്റ്റേറ്റുകൾ നടപ്പിലാക്കി. അവിടെ പിന്നെ സ്റ്റേറ്റുകൾക്ക് അധികാരമുണ്ട് തീരുമാനമെടുക്കാൻ. കാരണം ഇത് പരിപൂർണമായിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റില്ല ഒന്ന്. അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് വളരെ പ്യുവറായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള സാധനം ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കുക എന്നുള്ള. കാരണം ഇതിപ്പോൾ വന്നതൊന്നും ഒറിജിനൽ അല്ല. ഇപ്പൊ പല മാറ്റങ്ങളൊക്കെ വരുത്തി പലതരത്തിലുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവടക്കം ഉള്ള പല സാധനങ്ങളും വന്നിട്ടുണ്ട്. ഇനി ഇതിനേക്കാളൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് MDMA-യും അതുപോലെ തന്നെ മറ്റു രാസലഹരികളൊക്കെ തന്നെയാണ്. അപ്പൊ ഈ രാസലഹരികളിലൊക്കെ തന്നെ ഇത് ഇപ്പൊ ഡിബേറ്റബിൾ ആണ് ഇഷ്യൂ. പക്ഷെ എങ്കിൽ പോലും അത്തരം കാര്യങ്ങളും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ട് ഗവൺമെന്റ് ഇത് നടപ്പാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ US-ലൊക്കെ ഇത് നടപ്പാക്കിയത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ വിശദമായിട്ടുള്ള പഠനം നടത്തി. മെക്സിക്കോയിൽ നിന്ന് ഇങ്ങോട്ട് വരണ സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് $10,000 ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ബഡ്ജറ്റിലെ വലിയ എമൗണ്ട് ആണ് ഇതിനു വേണ്ടി നീക്കി വെച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം, എന്നിട്ട് ഇത് ഏതെങ്കിലും ഒരു 5% പോലും പിടിക്കാൻ പറ്റില്ലെന്നാണ് അവർ പോലും കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെ നമുക്കിത് ഒന്നുകിൽ പണ്ടില്ലേ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഈ നീലച്ചിത്രങ്ങളെ കുറിച്ചൊക്കെ, ഒന്നുകിൽ നിങ്ങളത് 100% ആയിട്ട് ബാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അത് ആളുകൾ കാണാത്ത ലെവലിലേക്ക് എത്തുക, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുക. കുറെ കഴിയുമ്പോൾ ആളുകൾക്ക് മടുത്ത് നിർത്തിക്കോളും. ഇവിടെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് അങ്ങനെ ചെയ്യരുത്, മദ്യം പോലും കഴിക്കരുത്, പലപ്പോഴും ഇവിടുത്തെ ഇതിലൊക്കെ തന്നെ കാണാറില്ല. അതായത് ഗൗതം ഇപ്പൊ കല്യാണത്തിന്റെ ഇതൊക്കെ ടീ ടോളർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കാത്ത ഒരാളാണെന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമായിട്ടാണ് കരുതുന്നത്, കഴിക്കുന്നത് വലിയ മോശമായിട്ടാണ് കരുതുന്നത്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ഒരു ഹിപ്പോക്രസിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് ഈ സാധനം വിടേണ്ടതാണ്. ഇപ്പൊ പക്ഷെ നിയമപരമായിട്ട് ഇപ്പൊ പൂന്തോട്ടത്തില് മറ്റേ കഞ്ചാവ് ചെടികൾ 70 വെച്ച് വളർത്തി അവരെ പിടിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം നിയമപരമായിട്ട് പിടിക്കണം. ഓക്കെ, അതിൽ വേറെ സംശയമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ 19 വയസ്സുകാരൻ പിടിച്ചാലും പിടിക്കേണ്ടി വരും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ഗവൺമെന്റ് പുനരാലോചിക്കേണ്ടതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ കഞ്ചാവ് ചെടികളും അത് വെട്ടി നശിപ്പിക്കലും ഒക്കെ എന്ന് പറഞ്ഞാൽ വെറും പ്രഹസനമാണെന്ന് ഞാൻ പറയും. ഇപ്പൊ ഇടുക്കിയിലെ തന്നെ കഞ്ചാവ് തോട്ടം വന്നിട്ട് കത്തിച്ച് കളയുന്നു, വന്നിട്ട് റീലെടുക്കുന്നു. ഇതൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഗൗതം അറിയേണ്ടത് ഈ ഏറ്റവും അവസാനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നോക്കേണ്ടത്. അല്ലാതെ ഇതിനും അപ്പുറത്തേക്ക് ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു കുഴപ്പമുണ്ട്, എല്ലാം ഇൻസ്റ്റാ റീലുകൾക്കും അതുപോലെ തന്നെ വീഡിയോകൾക്കും വേണ്ടിയിട്ടാണ്. അതായത് ഇതുകൊണ്ട് ഏതോ വലിയ മെച്ചം ഉണ്ടായി എന്ന് കാണിക്കാനുള്ള പരിശ്രമം മാത്രമാണ്. ഈ കഞ്ചാവ് തോട്ടങ്ങൾ ഇടുക്കിയിലൊക്കെ തന്നെ നശിപ്പിക്കുമ്പോൾ എക്സൈസുകാർക്ക് പോലും അറിയാം അത് പലപ്പോഴും ഇത് കഴിഞ്ഞിട്ടുള്ള തോട്ടങ്ങളൊക്കെയാണ് നശിപ്പിക്കുന്നത്. പിന്നെ ആകെ ബാലൻസ് അപ്പുറത്തെ തോട്ടം പിടിക്കാതിരിക്കാൻ ഇപ്പുറത്ത് ഇവർ തന്നെ കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നിർത്തിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ ആണിക്കൽ എവിടെയാണ്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഒന്നില്ലെങ്കിൽ ആ സപ്ലൈ കട്ട് ചെയ്യുക. പ്ലസ് കഴിഞ്ഞ തവണ പിണറായി വിജയൻ ഗവൺമെന്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 127 കോടി രൂപയുടെയൊക്കെയാണ് ബോധവൽക്കരണം നടത്തിയത്. അപ്പൊ അത്തരത്തിൽ ബോധവൽക്കരണമൊക്കെ കുറെ കൂടി എഫക്റ്റീവായി നടത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ആളുകളെ മാറ്റാൻ കുറെ കൂടി ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. നമ്മുടെ സ്കൂളൊക്കെ ഒന്ന് അടിച്ചു തുറച്ച് കൃത്യമായിട്ട് ഇട്ടിട്ട് പിള്ളേർക്ക് കളിക്കാൻ വിട്ടുകൊണ്ട് അവർ കളിച്ചും തോറ്റുമൊക്കെ വളരട്ടെ. ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ കളിസ്ഥലങ്ങൾ ഉണ്ടായിക്കൂടെ, അവരെന്ത് ചെയ്യട്ടെ, വൈകുന്നേരം വന്ന് റിലാക്സ് ചെയ്യട്ടെ, സ്ട്രെസ് കുറക്കട്ടെ. ഇത്തരത്തിലുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കാതെ രാവിലെ വന്ന് ഈ പ്രഹസനം കാണിച്ചുകൊണ്ട് 8 കഞ്ചാവേടി വെച്ചവനെ പിടിച്ചുകൊണ്ട് എന്തുണ്ടാവാനാണ്? അവൻ ശരിക്കും പറഞ്ഞാൽ കർഷകനാണ്, അവൻ സ്വയം പര്യാപ്തതയുള്ള ഒരു കർഷകനായിട്ട് അവന് സ്വയം ഈ പറഞ്ഞ പോലെ കഞ്ചാവ് എന്ത് ചെയ്യണമായിരുന്നു. ഈ ടെക്കി 26 വയസ്സുകാരൻ പ്രതിവർഷം 20 ലക്ഷം രൂപ വാങ്ങുന്നവൻ ഫ്ലാറ്റിലാണ് വളർത്തിയത്. അല്ല, അപ്പൊ അവൻ അതിനോട് എത്രമാത്രം താല്പര്യമുണ്ടോ എന്നുള്ളത്. അത് മാത്രമല്ല, അവൻ പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ അവന്റെ നാട്ടിലാണെങ്കിൽ ഇത് പ്രശ്നമില്ല, ഇവിടെ ആണെങ്കിലാണ് ഇത് വിഷയം. ശരിയാണ്, അവന്റെ നാട്ടിലൊന്നും ഇതൊന്നും, കാരണം ഇതിനേക്കാൾ വലുതാണ് അവിടെ ഉള്ളത്. ഇപ്പൊ ഈ ആന്ധ്രയിലും തെലങ്കാനയിൽ നിന്നൊക്കെയാണ് ഗൗതം ഇവിടേക്ക് ഈ സാധനം ഒരുപാട് എത്തുന്നത്.
അത് പോയി പിടിക്കുകയും അതിന്റെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുകയും ചെയ്യേണ്ടതിന് പകരം ഈ 8 ചെടിയും 70 ചെടിയൊക്കെ നശിപ്പിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ നശിപ്പിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് വിഷമമൊന്നുമില്ല അതിനകത്ത്, നശിപ്പിക്കുന്ന നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ വെറും അഭ്യാസങ്ങളാണ്. സത്യത്തിൽ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട്, എന്തും ഒരു പ്രകടനമാണ്. മനസ്സിലായി? ഇപ്പൊ ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇപ്പൊ ടി പി ഷറഫ് അലി എന്ന് പറഞ്ഞൊരു MLA RT ഓഫീസിൽ പോയ രംഗം ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയത് കണ്ടു. അപ്പൊ പുള്ളി ഏതാണ്ട് ജില്ലാ കളക്ടറെ പോലെ ചെല്ലുന്നതുമായിട്ട് RTOയുടെ ഓഫീസിൽ ഇരിക്കുന്നത് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് മുഴുവൻ പ്രകടനമാണ്. അല്ലാതെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു ആത്മാർത്ഥതയോടുകൂടി കൃത്യമായിട്ട് ഒരു പദ്ധതികളിലൂടെ ഇത് കുറച്ചോ ഇല്ലേ. നമ്മളിപ്പോ ഗൗതം അറിയേണ്ടതേ, ഈ അമേരിക്കയിലൊക്കെ ഇത് നടപ്പാക്കി എന്ന് വന്നല്ലോ. അപ്പോൾ കാനഡയിൽ ഇത് ലീഗലാക്കിയത് 2018-ലാണ്. 2018-ലാണ്. അടുത്താണ് പല ഇതിൽ. പിന്നെ 2018-ലാണ്. 2020, 21, 22 കാലഘട്ടങ്ങളിലാണ് സ്റ്റോറുകൾ ഒരുപാട് തുറന്നത്. പിന്നെ ചില കൺട്രികളിൽ പേഴ്സണൽ യൂസിനായിട്ടും നമുക്ക് വീട്ടിലൊക്കെ വളർത്താം, പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പേഴ്സണൽ യൂസിന് കൈവശം വെക്കാം. അല്ല, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അങ്ങനെ നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പ്യുവർ ആയിട്ടുള്ള സാധനമാണ്, അതിന് ഇത്രയും കുഴപ്പമുള്ളൂ. അതിന് ഇത്രക്ക് വലിയ കുഴപ്പമൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കഞ്ചാവിന്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആളുകൾ ഉപയോഗിക്കും, ഞാനിത് കഴിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിക്കാനും പോകില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് അങ്ങനെ ഒരു ലഹരിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ പറയുന്ന നിങ്ങൾ അറിയേണ്ടത്, ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു സാധനം പ്യൂരിറ്റിയോടുകൂടിയാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. അല്ല, ഇതിന്റെ ഇടയിൽ ഇപ്പൊ അവനെ അഡിക്റ്റ് ആക്കാൻ പോകുന്ന നിരവധി കാര്യങ്ങൾ കൂടി ചെയ്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഇത് എന്തുകൊണ്ടാണ് ലീഗലൈസ് ചെയ്തത്? നിരവധി രാജ്യങ്ങളിൽ ഇപ്പൊ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ആ ലീഗലൈസ് ചെയ്തതിന്റെ കാര്യവും കാനഡയിലൊക്കെ ഗൗതം അറിയേണ്ടത്, ഇപ്പൊ വലിയ സ്റ്റോറുകൾ കണ്ടാൽ നമ്മൾ അന്തം വിട്ടു. കാരണം ഗംഭീരമായിട്ടുള്ള സ്റ്റോറുകളാണ്, അതായത് കണ്ട പല കളറുകളിൽ ഇരിക്കുന്ന സ്റ്റോറുകളാണ്. അപ്പൊ അത്തരം സ്റ്റോറുകളിലൊക്കെ കയറി ആളുകൾ ഇത് മേടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് തുറന്നു കൊടുത്തിട്ട് ഭയങ്കരമായ ആളുകൾ മേടിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല. നിങ്ങളൊരു കാര്യം തടയുമ്പോഴാണ് ആളുകൾക്ക് പിന്നെയും അതിനോട് ആവേശം ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞ് രാസലഹരി അതുപോലെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളെ കണ്ടിട്ട് വളരെ ഓപ്പൺലി അവരെന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് സർക്കാർ യഥാർത്ഥത്തിൽ പഠിക്കുകയാണ് വേണ്ടത്. എന്താണ് അവർ ഇതിൽ നിന്ന് കിട്ടുന്നത്, അവർ കണ്ടെത്തുന്ന മാനസിക സുഖം എന്താണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അവർ കണ്ടെത്തുന്ന ഗുണം എന്താണ്, ഇത് സർക്കാർ പഠിക്കാൻ തയ്യാറാവും. ഇത് സർക്കാർ അതുപോലെയല്ല പഠിക്കുന്നത്. സർക്കാർ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്, ഇപ്പൊ ഈ റിപ്പോർട്ടൊക്കെ വേണമെങ്കിൽ കിട്ടോട്ടെ, ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വായിച്ച് മനസ്സിലാക്കാൻ. പക്ഷെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമേരിക്കയിലെ നിരവധി സ്റ്റേറ്റുകൾ ഇത്തരത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനം എന്ന് പറയുന്നത് അതിഗംഭീരമായ പഠനമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം ഈ ചോദിച്ച ഏറ്റവും ഏറ്റവും ചെറിയ ചോദ്യം മുതൽ ഏറ്റവും വലിയ ചോദ്യം, അതായത് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എത്ര ഫണ്ട് ഒരു തവണ ചെലവാക്കുന്നു, അതിന്റെ പിന്നിലുള്ള ഇമ്പാക്റ്റ് എന്താണ്, എന്നിട്ട് ഇത് കുറഞ്ഞിട്ടുണ്ടോ, 1%, 10% കുറഞ്ഞിട്ടുണ്ടോ, വെദർ ദ ഡിമാൻഡ് ഹാസ് ബീൻ ഇൻക്രീസിങ് ഓർ നോട്ട്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇത് ഇൻക്രീസ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്നുള്ളതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ. സത്യം പറഞ്ഞ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും വെച്ച് ഒരു 1-2 കോടി കൊടുത്താലും കുഴപ്പമില്ല, ഒരു ഗംഭീരമായ ടീമിനെ കൊണ്ട് ഒരു 2 കോടി എടുത്ത്, വിദേശത്തൊക്കെ നിരവധി കൺസൾട്ടൻസികളുണ്ട് ഇത് പഠിക്കുന്നത്, ആ പഠിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ടീമിനെ വെച്ചുകൊണ്ട് ഇത് പഠിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആദ്യം കയ്യിലേക്ക് മേടിച്ചിട്ട് വേണം തൂഫാൻ വേണ, യോദ്ധ വേണ, ഈ പറയുന്ന പോലെ യോദ്ധാവ് വേണം എന്നൊക്കെ തീരുമാനിക്കാം. അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വെറും ഗിമ്മിക്കുകളാണ്. ഇനി ഗൗതത്തിനോട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആദ്യം പഠനം നടത്താൻ തുടങ്ങേണ്ട എവിടെ നിന്നാണെന്നറിയാം? സത്യത്തിലൊരു മിടുക്കനായ കളക്ടറേയും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള 25 ഗുണ്ടകളെ വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇത് എവിടെ നിന്നാണ്. ഈ സപ്ലൈ ചെയിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഓരോ ജില്ലയിലും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. മനസ്സിലായി? ഇതിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട്, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരെക്കുറിച്ചാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരിത് പറഞ്ഞു തരും. ഞാൻ പറയുന്നത്, ഇങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ളൊരു പഠനം ഇന്ത്യ നടത്തേണ്ട സമയം അതിക്രമിച്ച്, കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം നടത്തേണ്ട സമയം അതിക്രമിച്ച്. പിന്നെ ഇപ്പൊ ഈ ആന്ധ്ര അതുപോലെ തെലുങ്കാന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നേരത്തെ കഞ്ചാവ് വന്നിരുന്നത് എങ്ങനെയെന്ന് കൂടി ഗൗതത്തിനറിയോ? പഴയ നക്സലൈറ്റുകളുടെ അധീനതയിലുള്ള ദേശങ്ങളുണ്ടായിരുന്നു, ജില്ലകളുണ്ടായിരുന്നു. ഇപ്പൊ നരേന്ദ്രമോദി വന്നപ്പോൾ അത് കുറഞ്ഞു കൂട്ടാ, ഇല്ലെന്നല്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ എല്ലാം കൃഷി ചെയ്തിരുന്നു. അവിടെ ഒരു ആളും വേറെ വന്ന് എന്ത് ചെയ്യാൻ പറ്റില്ലേ, വരാൻ പറ്റില്ല. നമ്മളെ നടനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ജോയ് മാത്യു ഇതിനിടയിൽ പറഞ്ഞ പോലെ കഞ്ചാവ് അടിച്ചിട്ട് ആരെയും ആക്രമിക്കില്ല. തീർച്ചയായിട്ടും. അല്ല, അത് കാര്യമായിട്ടുള്ള കാര്യമാണ്, പുള്ളിക്കത് ആധികാരികമായിട്ട് പറയാൻ പറ്റും, നമ്മുടെ സുഹൃത്താണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കൾ അറിയേണ്ടത് ഈ പറയുന്ന കാര്യം ഗവൺമെന്റ് ബോധ്യപ്പെടുകയും ഗവൺമെന്റ് ഇത് ലീഗലൈസ് ചെയ്യുകയും ചെയ്യണം. ഞാൻ തിരിച്ച് ഗൗതത്തോടൊരു സിമ്പിൾ എക്സാമ്പിൾ പറയട്ടെ. ഈ നേരത്തെയൊക്കെ ഗൗതത്തിനൊക്കെ അറിയുമെന്നറിയില്ല, ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകളൊക്കെ VCR എടുക്കുകയും മറ്റേ ഇതെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ബ്ലൂ ഫിലിം കാസറ്റുകൾ എടുക്കുകയും അത് കാണുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ ആരെങ്കിലും അതിന് മുതിരുന്നില്ല.
എന്താ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണോ? ഇന്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ ആളുകൾ ഇതിനകം അഡിക്റ്റ് ആയിപ്പോയോ? ഞാനിപ്പോഴും അതാ പറഞ്ഞു. അന്ന് മമ്മൂട്ടി പറഞ്ഞു വാചകം ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. മമ്മൂട്ടി അത് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തുറന്നെടുക്കുക, കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് കൊടുക്കും. ശരിയല്ലേ? ഇപ്പൊ ഇത് കാണാൻ കിട്ടുമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ രാത്രി വരെ ആരെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടോ? മറ്റത് എന്തോരം ടൈം എഫേർട്ടാണെന്നറിയാമോ? അതായത് ഇപ്പൊ പണ്ടത്തെ ഏറ്റവും വലിയ ജോക്കായിരുന്നു, അതായത് സിനിമകളൊക്കെ കാണാൻ ഗൗതത്തിനറിയാം, അതായത് കാസറ്റ് കുടുങ്ങി പോവുക, ആ അച്ഛൻ വന്നിരുന്ന് കാണുമ്പോഴത്തേക്ക് എന്നിട്ട് തിരിഞ്ഞിരിക്കുക. എന്തിനാ തിരിഞ്ഞിരിക്കണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തിരിഞ്ഞിരിക്കണേ എന്തിന്? അവ ഏത് അച്ഛൻ തിരിഞ്ഞിരിക്കുന്നു, അമ്മ തിരിഞ്ഞിരിക്കുന്നു, എന്നിട്ട് മക്കളോട് കണ്ണുപൊത്തി പിടിക്കുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ജോക്ക്. ഈ ജോക്കിൽ നിന്ന് നമ്മൾ ഇപ്പോഴും മാറിയില്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത് ആളുകൾക്കൊരു ഞെട്ടലായിരിക്കും. ഞാൻ പറയുന്നത് ഈ കാനബൈസ് എന്ന് പറയുന്നത് കാരണം ലോകങ്ങളിൽ ബാക്കിയുള്ള വേൾഡിൽ നിരവധി കൺട്രികളിൽ ഇത് എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്, അവിടെ എന്താണ് അത് അവർക്ക് തടയാൻ പറ്റുന്നത്? അവർക്ക് തടയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം കൂടെ ആയിരിക്കും, വളരെ പരിഷ്കൃതമായിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഇത് തടയാൻ പറ്റിയില്ലെങ്കിൽ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എങ്ങനെ തടയുമെന്ന് ഈ പറഞ്ഞു. സാർ, ഈ ക്യാപ്റ്റഗൺ ബോളിൽ ഇതിനിടയിൽ പിടികൂടിയിട്ടുള്ള ജിഹാദ് ഡ്രഗ്, ക്യാപ്റ്റഗൺ, അതുപോലെ കൊക്കൈൻ, MDMA, ഇതൊക്കെ പോലുള്ള ഒരു വയലന്റ് ലഹരിയല്ല ഈ കാനബീസ് എന്ന് പറയുന്നത്. അല്ല, ഇതിൽ ഈ ജിഹാദ് ഡ്രഗ് എന്നൊക്കെ ഉള്ളത് അതിന്റെ ഒഫീഷ്യൽ നെയിം അല്ലാണ്ട് അതോടെ ഒക്കെ നിൽക്കട്ടെ. ജിഹാദ് എന്ന് പറയുന്നത് അത് ഈ ക്രൈം നെറ്റ്വർക്ക്സ്, അല്ല അതൊക്കെ പല മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ തീവ്രവാദികൾക്കിടയിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ആ പേര് വന്നതാണ്. അത് ചില ആളുകൾ ഇട്ടുകൊടുത്ത പേരാണ്. അതോടെ നിൽക്കട്ടെ. ഞാൻ പറയണത് ഈ പറയുന്നത് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. അത്രത്തോളം അപകടകാരികളോ മനുഷ്യനെ ഈ പറഞ്ഞ പോലെ ഇല്ലാതാക്കുന്ന കാര്യമോ ഒന്നുമല്ല ഇതിനകത്ത്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. മനസ്സിലായോ? ഇതിന് ഗൗതത്തിനോട് കോമഡി പറഞ്ഞാൽ, പണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അന്ന് ഞങ്ങള് ഫാക്കൽറ്റി ആയിട്ട് ടൂർ പോകുമ്പോൾ ഒരു ഫാക്കൽറ്റി രണ്ടുപേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ടൂർ പോകുമ്പോൾ അദ്ദേഹം അതിനു മുമ്പ്, ഞങ്ങളുടെ ടൂറിലല്ല അതിനു മുമ്പ് പോയിട്ടുള്ള ടൂറിൽ പോയപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വൈഫിന് ഭയങ്കര സ്റ്റൊമക് പെയിൻ വന്നു. ആ സ്റ്റൊമക് പെയിൻ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു റഷ്യ വര്യനായിട്ടുള്ള ഒരാളെ കണ്ടു. അപ്പൊ അയാൾ അവിടുത്തെ ആയുർവേദ ചികിത്സകൻ കൂടിയാണ്. അപ്പൊ അവര് വെറുതെ ഒന്ന് സംസാരിച്ചപ്പോൾ ഇങ്ങനെ അയാള് അറിവൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ സംസാരിച്ചപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇല കൊടുത്തിട്ട് നേരെ ഇത് കടിച്ച് ചവച്ച് കഴിച്ചോളാൻ പറഞ്ഞ് ഈ ടീച്ചർ, അതായത് നമ്മുടെ ടീച്ചർക്ക് ഇല കൊടുത്ത് കടിച്ച് ചവച്ച് കഴിച്ചിട്ട് എന്ത് ചെയ്തു? സ്റ്റൊമക് പെയിൻ മാറി. സ്റ്റൊമക് പെയിൻ മാറിക്കഴിഞ്ഞതിന് ശേഷം ഇവര് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ആ ഇല ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയപ്പോഴാണ് അത് കഞ്ചാവിന്റെ ഇലയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ സമയത്തേക്ക് അത് പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇതേപോലെ പല കാര്യങ്ങളും ഈ പറയുന്ന പോലെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണത്. സാർ, ഈ ചില സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളൊക്കെ ഈ കാനബീസിന്റെ ഇത് എങ്ങനെയൊരു ആന്റി ഡിപ്രസന്റ് ലഹരിയായിട്ട് മാറുന്നതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ ഇപ്പൊ സൈക്കാട്രിസ്റ്റുകളും അതുപോലെ ഡോക്ടേഴ്സും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, ഇപ്പൊ ഡ്രഗ്സ് എന്ന് പറയുന്നത് തന്നെ അത് മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈവൻ ഈ നിങ്ങൾ ഈ രാസലഹരി എന്നൊക്കെ പറയുന്നത് പോലും അത് എല്ലാം കെമിക്കലാണ്. ആ കെമിക്കൽ ഡ്രഗ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം അതില്ലാത്ത ഒരാൾ അത് ഉപയോഗിക്കുമ്പോൾ അത് അഡിക്റ്റായി തീരുന്നതാണ്. പക്ഷെ നമ്മളൊരു പ്രാക്ടിക്കൽ ആകണമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റാൻ പറ്റും, എന്തൊക്കെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഇപ്പൊ മദ്യം തന്നെ നമ്മൾ എന്ത് അബദ്ധമാണ് കാണിക്കണം? നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആളുകളെ ക്യൂ നിർത്തി കൊടുക്കുന്നു. വല്ല ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ ഗൗതം പറയേണ്ടത് 200 രൂപ കിട്ടേണ്ട ഈ പറയുന്ന പോലെ ഈ കഞ്ചാവാണ് ആളുകൾ 2000 കൊടുത്ത് ഒരു പാക്കറ്റിന് മേടിക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റം തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുവഴി കോടികൾ വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അത് വേണ്ടെന്നേ, അത് ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യും? കൊടുക്ക്, ഒരു കുഴപ്പമില്ല. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? കൃത്യമായിട്ടൊരു പഠനം നടത്തിയിട്ട് നമ്മളോട് പറഞ്ഞത് ഇന്ന കുഴപ്പങ്ങളുണ്ട് ഇതാണെന്ന് പറയാം. അപ്പൊ ഇത് ഇനി ഗൗതത്തിനോട് ഒരു കാര്യം പറയാം. ഞാനിതൊരു 3 കൊല്ലം 4 കൊല്ലം മുമ്പ് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അന്നേ എനിക്ക് മനസ്സിലായിട്ടും കേന്ദ്ര ഗവൺമെന്റിൽ പല ആളുകളും ഇത് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ത്യ അടക്കം ഒന്ന് ആലോചിക്കുന്നു എന്നുള്ള പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നടപ്പിലാക്കാനുള്ള ധൈര്യം നമുക്കില്ല. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ റൂറൽ ആയിട്ടുള്ള ഏരിയകളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു വലിയ ചോദ്യമൊക്കെ ഉണ്ട്. കാരണം ഇപ്പൊ ആരെങ്കിലും അവിടെ ഇത് വളർത്തുകയും പിന്നെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ബിസിനസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യും? ഇത് വലിയ ചോദ്യങ്ങളുണ്ട്. കാരണം ഇന്ത്യ ഇപ്പൊ സാധാരണ ഒരു ചെറിയ രാജ്യവും വളരെ കുറച്ച് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗൗതം ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇന്ത്യയിൽ ഇതിന്റെ നിരോധനം മാറ്റും.
ഈ ഇപ്പം മധ്യപ്രദേശിൽ അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ ഏതോ 2 സംസ്ഥാനങ്ങളിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഇത് വളർത്താമെന്ന് പറഞ്ഞിട്ട് നിയമമുണ്ട്. ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഇപ്പോഴും വളർത്താം. ഇപ്പോഴും അത് വളർത്തി വലിയ കോടികൾ കൊയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ നമ്മുടെ ഉപയോഗിക്കുന്ന ആളുകൾ. പക്ഷെ കേരളത്തിലില്ല അങ്ങനത്തെ. കേരളത്തിലില്ല. അല്ല, അതേപോലെ തന്നെ ഈ എന്താണ് കനബീസിന്റെ ലീവ്സിൽ നിന്ന് നിർമ്മിക്കുന്ന ഈ ബാങ്ക്, അത് പല സ്റ്റേറ്റുകളിലും ഒക്കെ ഷോപ്സ് അടക്കമുണ്ട്. ഈ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇതായി പോകും. ഇപ്പം പല സന്യാസി വര്യന്മാരും പല പരിപാടികൾക്ക് എത്തുന്നവരും, ഇപ്പം കുംഭമേള പോലുള്ള പരിപാടികൾക്ക് എത്തുന്നവരൊക്കെ ഈ ബാങ്ക് ഉപയോഗിക്കുന്നില്ലേ? അതൊക്കെ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെന്ത് വെച്ചാൽ ഹിപ്പോക്രസി കാണിക്കാൻ വേണ്ടി നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് പറയും. പിന്നെ കേരളത്തിലൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. കേരളത്തിലൊരാൾ വളരെ അലക്ഷ്യമായ അലസമായിട്ടൊക്കെ നടന്നാൽ നമ്മളടക്കമുള്ള ആളുകൾ തമാശ പറയും കഞ്ചാവാണെന്ന് പറയും. അപ്പൊ കഞ്ചാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവനൊരു റിലേ കട്ടായവനാണ്, അവനൊരു ബോധമില്ലാത്തവനാണ്, അവനൊരു വിവരമില്ലാത്തവനാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യം, സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ 127 കോടി കേരളം മുടക്കി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ എത്ര മുടക്കിയിട്ടുണ്ടാവും? ഈ ബോധവൽക്കരണം കൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത്? അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരക്കണക്കിന് കോടി രൂപയായിരിക്കും ഇന്ത്യ ഇത് അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ എക്സൈസിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ചെക്കൻ്റെ കയ്യിൽ നിന്ന് MDMA പിടിക്കുന്നു, അല്ലെങ്കിൽ കഞ്ചാവ് പിടിക്കുന്നു, അല്ലെങ്കിൽ നിയമപരമല്ലാത്ത അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പിടിക്കുന്നു, ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ പോലീസ് ഇതെന്തിനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഗുണപ്രദ? ഇത് ചോദിച്ചറിയാൻ ഒരാളും മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. പകരം അവനെ തല്ലാനും അല്ലെങ്കിൽ അവനെ ഇതാക്കാനുമാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അതൊക്കെ പറയാൻ പോയ വലിയ വിഷയമാണ്. അതൊക്കെ കഞ്ചാവ് പിടിക്കുന്നതിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ അല്ലാതെ കുറ്റം ചെയ്യുന്ന വേറെ ഏതെങ്കിലും ആളുകളുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇനി ഇങ്ങനെ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ മാധ്യമപ്രവർത്തകർ തന്നെ എന്താ ചെയ്യണം? ഇപ്പം ഞാൻ മനോരമയിൽ ഒരു ദിവസം പത്രം എടുത്തൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ MG റോഡിലുള്ള ഒരു പ്രായമുള്ള സ്ത്രീ, അവര് 1-ാം തീയതി സപ്ലൈ ചെയ്യാൻ ശ്രമിച്ച 10 കുപ്പി അവര് മേടിച്ചു വെച്ച് എന്ത് ചെയ്തു, 1-ാം തീയതി വിൽക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ കൊടുത്തേക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫോട്ടോ കൊടുത്തേക്കണേ. അപ്പൊ ഇതൊക്കെ ഗൗതം അറിയേണ്ടത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇതൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം എന്നുള്ളതുകൊണ്ട്. കാരണം ഒരു സ്ത്രീയാണ്, പ്രത്യേകിച്ചും അവർ 10 കുപ്പി വിൽക്കാൻ നോക്കി എന്ന് കേൾക്കുമ്പോഴേക്കും ആളുകൾക്ക് ഭയങ്കര. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന് 10 കുപ്പിന്ന് എത്ര രൂപ കൂടി വന്നൊരു 1000 രൂപ അവർക്ക് ലാഭം കിട്ടുമായിരിക്കും, ഇല്ല 100 രൂപ അല്ലെങ്കിൽ 250 രൂപ ലാഭം കിട്ടുമായിരിക്കും, എങ്കിൽ പോലും 2500 ലാഭം കിട്ടും. ആ പണി അവർ ചെയ്തു എന്നുള്ളത് കൊണ്ടിട്ട് നമ്മൾ അവരെ പിടിക്കുകയും ശിക്ഷിക്കുകയും അവരെ ജയിലിലിടുകയും ഒക്കെ ചെയ്യാണ്. മനസ്സിലായി? ഇനി നമുക്ക് വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗൗതത്തിന്റെ കയ്യിൽ 3 ലിറ്ററിൽ കൂടുതൽ ഇരുന്നാൽ പിടിക്കാനുള്ള നിയമമുണ്ട്. പിന്നെ ഇതല്ലാതെ ഒരു ഫോറിനർ, ഒന്ന് ആലോചിക്കും, ഒരു ഫോറിനർ തിരുവനന്തപുരത്ത് വെച്ച് വന്നിട്ട് അയാളുടെ കയ്യിൽ മദ്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ മദ്യം മേടിച്ച് പോലീസുകാരനപ്പുറത്ത് ഒഴിച്ചു കളയണേ. ഇതാ ഞാൻ പറയണത്, നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. സത്യത്തിൽ നമ്മൾ ഗൗതം ഇപ്പൊ പറഞ്ഞ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതെന്താ വെച്ചാൽ ഇതിന്റെ ഒന്നിന്റെയും കാരണം അന്വേഷിക്കേണ്ട ആവശ്യം പോലീസിനില്ല എന്ന് മാത്രമല്ല, പോലീസിന്റെ ഏക പണി എന്ന് പറയുന്നത് ആ കുറ്റം ചെയ്ത് ഒരുത്തനെ പിടിച്ചാൽ അവനെ ഹരാസ് ചെയ്യുക, അവനെ യഥാർത്ഥത്തിൽ ജയിലിലിടുക, ജയിലിലിട്ടുണ്ടെങ്കിൽ അവർ ഇതിനേക്കാൾ വലിയ കുറ്റം ചെയ്യുന്ന ഒരുത്തനായിട്ട് പുറത്തേക്ക് ഇറക്കുക. അല്ല, ഇത്തരം ക്രിമിനലുകൾക്ക് സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ ഏർപ്പാടാക്കുന്നുണ്ടോ? സൈക്കോളജിസ്റ്റിനെ ഏർപ്പാടാക്കും, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമുള്ള ഒരാൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ ഹോസ്പിറ്റലിലാക്കും, എന്നിട്ട് അവനെ ട്രീറ്റ് ചെയ്യും, എന്നിട്ട് മിക്കവാറും അവിടെ നിന്ന് തന്നെ അവനെ ജാമ്യത്തിലിടും. എന്ന് പറഞ്ഞാൽ അവന് ജയിലിൽ പോകേണ്ടി വരില്ല. അത്രയുള്ള കാര്യം. അല്ലാതെ ഇപ്പൊ സാമ്പത്തികമുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് താങ്കളോട് ഇപ്പൊ ചെക്ക് കേസിൽ, ദിലീപായിട്ടുള്ള ചെക്ക് കേസിൽ ദിനേശ് പണിക്കർ എന്ന് പറയുന്ന നിർമ്മാതാവും നടനും ഒക്കെ ആയിട്ടുള്ള അയാളൊരു ചെക്ക് കേസിൽ അയാളൊരു സാമ്പത്തിക കേസിൽ പോയതാണ്. അയാൾ കുറ്റവാളിയോ മോശപ്പെട്ട ആളൊന്നുമല്ല. അപ്പൊ അയാള് ഇതുപോലെ ഭാഗ്യത്തിന് അയാൾക്ക് അസുഖം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ഇട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് തന്നെ ജാമ്യം കിട്ടിപ്പോന്നു, ജയിലിൽ പോകേണ്ടി വന്നില്ല. വെങ്കിട്ടരാമൻ, ഒന്ന് ആലോചിച്ച് നോക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും പുള്ളിക്ക് പോകേണ്ടി വന്നില്ല. പുള്ളി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്നു. ആ പുള്ളി കഴിഞ്ഞ ദിവസം കാർഷിക ഡയറക്ടറായിട്ട് വന്ന് മറ്റേ ആളുകൾ ഉദ്ധരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണ്ടായി. ആര്? വെള്ളമടിച്ച് കോൺതെറ്റിയിട്ട് എന്ത് ചെയ്താണ്, ഈ ഇവിടെയുള്ള മറ്റേ പുള്ളിയുടെ മകനാണ്, മറ്റേ മോട്ടിവേഷണൽ സ്പീക്കറും മറ്റേ കരിയർ ഗൈഡൻസ് ക്ലാസ് കൊടുത്തിട്ടുള്ള ഈ ആൽബർട്ട്സ് കോളേജിൽ പ്രൊഫസറായിരുന്ന പുള്ളിയുടെ മകനാണ്. അപ്പൊ പുള്ളി മാധ്യമപ്രവർത്തകൻ മരിച്ചു. പുള്ളി മരിച്ചുപോയി, ബഷീർ മരിച്ചുപോയി. മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ, അപ്പൊ തന്നെ എടുത്തിട്ട് പോയാൽ മരിക്കൂലായിരുന്നു. പുള്ളിക്കാരനും മറ്റേ വഫ എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായിട്ട് കമ്പനി അടിച്ച് കറങ്ങാറങ്ങിയപ്പോൾ മരിച്ചാണ്. അടിച്ച് കൊണ്ടെറ്റിയാണ് ഇരുന്നത്, അതുകൊണ്ട് മരിച്ചുപോയി. അടിച്ച് കൊണ്ടെറ്റിയതുകൊണ്ടാണ് മരിച്ചുപോയത്. പിന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കെതിരെ വേണമെങ്കിൽ പരാതി കൊടുക്കാം. പുള്ളിക്കാരനെന്ന് വെച്ചാൽ കോൺതെറ്റി എന്നുള്ളത് തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്
കോൺജറ്റിയാണ് മരിച്ചതെന്നുള്ളതാണ് അന്നത്തെ ആരോപണം. ആ ആരോപണം കൊണ്ടാണ് ഇന്നും പുള്ളി ഇറങ്ങി പോകേണ്ടത്. ആള് മിടുക്കനാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വെങ്കിട്ടറാമൻ മിടുക്കനായിട്ടുള്ള ഒരാളാണ്, നല്ല അറിവുള്ള ഒരാളാണ്. കാര്യം ഇതാണ്, ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു പണിയാണ് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് ഇനി ആ തെറ്റ് തിരുത്താനും പറ്റില്ല. മരിച്ചു പോയില്ലെങ്കിൽ പിന്നെ അയാളുടെ ചെലവൊക്കെ എടുത്താണെങ്കിലും തിരുത്താം. ഇപ്പൊ ബഷീറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഗൗതം ഇവിടെ പിടിക്കുന്നവൻ ഇനിയൊരു ആദ്യമായിട്ടാണ് ഒരു കുറ്റകൃത്യത്തിന് പിടിച്ചാൽ അവനെ കുറ്റവാളി ആക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റം പോലും അല്ല നമുക്കുള്ളത്. നമുക്കുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവനെ എങ്ങനെ ഗംഭീരനായിട്ടുള്ള ഒരു കുറ്റവാളിയാക്കി മാറ്റാം. ഇനി വേറൊരു കാര്യം, ഏതെങ്കിലും നമ്മളൊന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്ക്. ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മളൊരു ജയിലിൽ കിടന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിയ സമൂഹം നമ്മളെ എങ്ങനെ കാണും? അവൻ മരിക്കുന്നത് വരെ നമ്മളെന്താ, അല്ലെങ്കിൽ എന്തായിരിക്കണം അറിയാം, അവൻ നമ്മുടെ വേണ്ടപ്പെട്ട മകനോ. കഴിഞ്ഞ ദിവസം 19കാരന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് ചെടി പോലീസ് നശിപ്പിച്ചത്. 19കാരന്റെ വീട്ടിൽ നിന്ന്. ഇതൊക്കെ അതാണ് ഞാൻ അതിലും കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ചെറിയ വയസ്സുള്ള. അല്ല, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഉപയോഗിക്കുന്നവനെ തടയേണ്ട ആവശ്യം പോലീസിനുണ്ട്. പോലീസുകാർ മോശമായിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൂഫാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കൊരു ടാർഗറ്റ് കൊടുക്കുകയും ആ ടാർഗറ്റിൽ അവർ ഇത്ര കേസ് പിടിക്കണം എന്ന് പറയുന്ന കേസ് പിടിക്കുകയും ചെയ്യുമ്പോഴാണ് ഗൗതം പിടിക്കാവുന്നതല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 250 കോടി മുടക്കി മയക്കുമരുന്ന് കൊണ്ടുവന്നവൻ്റെ വീട്ടിൽ പോയി ഇവർക്ക് പിടിക്കാൻ പറ്റും. മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള പല യുവ നടന്മാരും, പേര് പറയാൻ പറ്റില്ല, അവരടക്കം ഇതേപോലുള്ള കാനബീസിന്റെ അഡിക്റ്റുകളാണ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ. അവര് കാനബീസ് ഒന്നുമല്ല, അവർക്ക് വലിയ തോതിൽ പണമുണ്ട്, അവർ മറ്റു പലതിൻ്റെയൊക്കെ അഡിക്റ്റാണ്. അതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ അവരെ ഒന്നും പോയി പിടിക്കാൻ പറ്റില്ല. കാരണം അവരുടെയിലൊക്കെ കാശുണ്ട്, മറ്റു പല സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് അവരെ ഒന്നും പിടിക്കൂല. അതൊക്കെ സാധാരണ അതിമോഹമാണ്. അതൊക്കെ നമ്മൾ സംസാരിച്ചും ആളുകളൊക്കെ പിടിക്കുള്ളൂ. അല്ല, അതൊക്കെ പിടിക്കണ്ടെന്നല്ല നമ്മൾ പറയണം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പിടിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? നിയമപരം അല്ലാതെ അവർ ചെയ്തിട്ട് പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഗവൺമെന്റ് ഇതിന് കുറച്ചുകൂടി അത്തരത്തിലുള്ള ഒരു, ഇപ്പൊ 19 വയസ്സുകാരനെയൊക്കെ പിടിച്ചു പറഞ്ഞാൽ അവനെ പിടിച്ചൊന്നും നേരെ ജയിലിലേക്ക് കൊണ്ടുപോകരുത്. അതോടുകൂടി അവന്റെ ജീവിതം തീരും. അതുകൊണ്ട് അതൊക്കെ കുറച്ചുകൂടി അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇതൊന്നും കൊണ്ടല്ല, ഈ കഞ്ചാവ് വളർത്തി അവൻ അത് ചവച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നാട് മുഴുവൻ പ്രശ്നത്തിലാവുമെന്നും വിചാരിക്കരുത്. യഥാർത്ഥത്തിൽ കുറച്ചുകൂടി വലിയ റേഞ്ചിലേക്ക് പോലീസിന്റെ അന്വേഷണം കടക്കണം. സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ NDPS ആക്ടിൽ ഇപ്പൊ നമ്മളെ വാഹനങ്ങൾക്ക് പരിഷ്കരണം വരുത്താന്നുള്ള ഒരു കാര്യം ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ NDPS ആക്ടിൽ കഞ്ചാവ് ലീഗലാക്കുന്ന ചില ഭേദഗതികളോ ആവശ്യമാണോ? അല്ല, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നേ. പ്യുവറായിട്ടുള്ള കഞ്ചാവ് എന്നിട്ട് ഈ സപ്ലൈ ചെയിൻ സിസ്റ്റം കട്ട് ചെയ്തിട്ട് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള കഞ്ചാവ് ഷോപ്പുകൾ തുടങ്ങാനുള്ള അനുമതി കൊടുക്കണം. അവിടെ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ പോലെ ആകരുത്, കൃത്യമായിട്ടുള്ള സാധനമാണ് വിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. തുറന്നു നോക്കിക്കോ, ഒരു 2 കൊല്ലം തിരക്കുണ്ടാവും, അത് കഴിയുമ്പോൾ തിരക്കൊക്കെ മാറും. പിന്നെ വല്ലപ്പോഴും ആളുകൾ പോയി. മോദി സർക്കാർ ലീഗലാക്കുന്നതാണോ? അല്ല, ലീഗലാക്കാൻ ഗവൺമെന്റ് അടക്കം പല ഘട്ടങ്ങളിൽ ഇപ്പൊ സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥരടക്കം പലവട്ടം ആലോചിച്ചാണ്. ഇതിനിടയിൽ ഒരു IAS ഉദ്യോഗസ്ഥനാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി, പറഞ്ഞത്, കേരളത്തിൽ നിന്നുള്ള. ഇതൊക്കെ വെളിവെള്ള ആർക്കും അറിയാ ഗൗതു ഇതൊക്കെ. കാരണം ഈ ലോകത്തെന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്ന ആർക്കും അറിയാത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് സിവിൽ സർവീസിൽ IAS IPS എടുത്തുള്ള ആളുകൾക്കൊക്കെ ഇത് അറിയാഞ്ഞിട്ടാണോ? അല്ല, അതറിയാം, പക്ഷെ ചെയ്യാഞ്ഞിട്ടാണ്. ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കപട ഹിപ്പോക്രസി ഉണ്ട്. ഇപ്പൊ ഞാൻ മന്ത്രിയായിട്ടിരിക്കണേ, ഞാനിപ്പോ ഇത് അങ്ങോട്ട് കൊടുക്കണോ, അയ്യോ ആകല്ലേ എന്ന് പറയും. ഏറ്റവും വലിയ തമാശ തന്നെ നോക്കി, ഇവിടെ ഉള്ള മറ്റേ KCBC ഇവരൊക്കെ നിരോധനത്തിന്റെയും മദ്യവർജനത്തിന്റെയൊക്കെ ആളുകൾ കൂടുതൽ ബാറുകൾ അനുവദിക്കില്ല എന്ന് പറയണം. ആർക്കാണ് കൂടുതൽ ബാറുകളുള്ളത്? ആരാണ് വീടുകളിൽ ഇത് കഴിക്കുന്നൊരു കൾച്ചറുള്ളത്? അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന വെറുതെ പുറമേ ഉള്ള ഹിപ്പോക്രസി ഒഴിവാക്കിയിട്ട് നടപടി എടുക്കാൻ നെഞ്ചൂക്കുള്ള ഒരാൾ വന്ന് മന്ത്രിയാവുകയോ ഭരണം നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിൻവലിക്കും. അത്രേ ഉള്ളു കാര്യം.